പണ്ട് പണ്ട് ഇസ്താംബൂൾ എന്ന സ്ഥലത്ത് യുവാവായ ഒരു കൊട്ട നെയ്ത്തുകാരനുണ്ടായിരുന്നു. അയാളുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു. അയാളുടെ വീടിൻ്റെ നേരെ എതിർവശത്ത് അലിറി സാബെ എന്ന ഒരു വലിയ പണക്കാരനായ ആൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ അലിറി സാബയ്ക്ക് വളരെ സുന്ദരിയായ ഒരു മകളുണ്ട്. യുവാവായ മുഹമ്മദിന് അലിറി സാബയുടെ മകളെ വിവാഹം കഴിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുമ്പോഴും പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോഴുമൊക്കെ മുഹമ്മദ് അവളെ കാണാറുണ്ട്. അവൾ അതിസുന്ദരിയാണ്, നല്ല പെൺകുട്ടിയാണ്. എന്നാൽ വളരെ ധനികനായ ഈ അലിറി സാബയോട് ചെന്ന് മകളെ വിവാഹം കഴിച്ചു തരണം എന്ന് എങ്ങനെ പറയും? താനൊരു വെറും കൊട്ടനെയ്ത്തുകാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദിന് വലിയ വിഷമമുണ്ടായിരുന്നു. മുഹമ്മദ് ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പക്ഷേ ഉള്ളിലുള്ള ഈ ആഗ്രഹം അങ്ങനെ കിടന്നു. മുഹമ്മദിന് എപ്പോഴും അസുഖങ്ങൾ പതിവായി. അയാൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, കൂട്ടുകാരുടെ ഒപ്പം പുറത്തു പോകുന്നില്ല, കളിയും ചിരിയും ഒന്നുമില്ല. അയാളുടെ അമ്മയ്ക്ക് വലിയ വിഷമം തോന്നി. അപ്പോൾ അമ്മ മകനോട് ചോദിച്ചു, എന്താ മോനെ നീ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തോ കാര്യമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ദുഃഖമാണത്, അത് തന്നെ അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ദുഃഖങ്ങൾ പങ്കിട്ടാൽ കുറയും. മാത്രമല്ല, നിനക്ക് ഒരു വലിയ പർവ്വതം മുറിച്ച് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ അത് ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ അതിനുള്ള എളുപ്പ വഴികൾ മറ്റുള്ളവർ നിനക്ക് പറഞ്ഞു തരികയുള്ളൂ. നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് അതിന് പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നീ എന്ത് തന്നെയാണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാം. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അമ്മ കാര്യമൊന്നുമില്ല, എനിക്ക് നമ്മളുടെ അയൽക്കാരനായ അലിറി സാബയുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ വളരെ ധനികരായ അവരോട് ചെന്ന് ഈ കാര്യം പറയാൻ എനിക്ക് മടിയുമാണ്. അതേ ഉള്ളൂ എൻ്റെ വിഷമം. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇതൊരു വല്ലാത്ത ആഗ്രഹമായിപ്പോയി. നമ്മൾ വെറും കൊട്ട നെയ്ത്തുകാരാണ്, അദ്ദേഹമാണെങ്കിൽ വലിയ പണക്കാരനുമാണ്. അദ്ദേഹത്തോട് ചെന്ന് ഇക്കാര്യം ഞാൻ എങ്ങനെ പറയും? എന്നാലും നീ എന്നോടിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടം വരെ പോയി അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. മുഹമ്മദ് തൻ്റെ അമ്മയോട് തൻ്റെ ആഗ്രഹം ഒരു അത്യാഗ്രഹമാണ്, ഒരു ദുരാഗ്രഹമാണ്, താനത് എങ്ങനെയെങ്കിലും അടക്കിക്കോളാം, അമ്മ വെറുതെ ചെന്ന് നാണം കെടണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അമ്മ ഒരു ദിവസം അലിറി സാബയുടെ വീട്ടിലേക്ക് പോവുക തന്നെ ചെയ്തു. കൊട്ടാരം പോലെയുള്ള ഒരു വലിയ വീടായിരുന്നു അലിറി സാബയുടെ വീട്. അവിടെ ചെന്ന് ആ അമ്മ അലിറി സാബയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. അങ്ങയ്ക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഇപ്പോൾ തന്നെ മറന്നു കളഞ്ഞേക്കണം, ഒന്നും വിചാരിക്കരുത്. പക്ഷേ ഈ കാര്യം ഒരിക്കലെങ്കിലും അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് പിന്നീടൊരു ദുഃഖം തോന്നരുത്. അതുകൊണ്ട് ഞാൻ വന്ന് പറയുകയാണ്. അലിറി സാബെ വളരെ ദയാലുവായ നല്ലവനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് പരിഗണിക്കാനും പരിഹരിക്കാനും പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അയൽക്കാരാണ്, നിങ്ങളുടെ വീടിന് എതിർവശത്തുള്ള തെരുവിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു മകനുണ്ട്, അവൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞങ്ങൾ കുട്ടനെയ്ത്തുകാരാണ്, പാവങ്ങളാണ്. പക്ഷേ എൻ്റെ മകന് അങ്ങയുടെ മകളെ കണ്ടപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. ആ കാര്യം അങ്ങയോടൊന്ന് പറയാം എന്ന് കരുതി ഞാൻ വന്നതാണ്. അലിറി സാബെ പറഞ്ഞു, നിങ്ങൾ കുട്ടനെയ്ത്തുകാരാണ് എന്നത് നിങ്ങളുടെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ മകൻ നല്ലവനാണെങ്കിൽ, അവനെ കഴിവുള്ളവനാണെങ്കിൽ ഈ ആവശ്യം പരിഗണിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ മകനെ ഒന്ന് കാണട്ടെ, ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് അവനെ ഒന്ന് വിടൂ. അങ്ങനെ അമ്മ ചെന്ന് മകനോട് പറഞ്ഞു, നീ ചെന്ന് അലിറി സാബയെ ഒന്ന് കാണണം. ആ മകനെ വലിയ അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരു പരിഗണന പോലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും പിറ്റേന്ന് മുഹമ്മദ് അലിറി സാബയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനെ മുഖം കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ എനിക്ക് നിന്നെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, നീ എങ്ങനെയുള്ളവനാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മകളെ നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ നിനക്ക് ചില കഴിവുകൾ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിനക്കുണ്ടെങ്കിൽ മാത്രം ഞാൻ അവളെ നിനക്ക് തരാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിന്നെ ഒരു കഠിന ജോലി ഏൽപ്പിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നീ അത് ഭംഗിയായിട്ട് നിർവഹിക്കും. അങ്ങനെ ഭംഗിയായിട്ട് നീ അത് നിർവഹിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാം. ഈ കാര്യം ചെയ്യാൻ വേണ്ടി നിനക്ക് ദൂരെ യാത്ര ചെയ്യേണ്ടി വരും. നിൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള പണമൊക്കെ ഞാൻ തരാം. നീ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ മുഹമ്മദ് ചോദിച്ചു, അങ്ങ് എന്നോട് പറഞ്ഞോളൂ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അലിറി സാബെ പറഞ്ഞു, നീ കുറച്ച് ദൂരെയൊക്കെ യാത്ര ചെയ്യണം. അവിടെ മാർഡീനി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്.
അവിടെ ഒരാൾ വലിയൊരു ഭക്ഷണശാല നടത്തുന്നുണ്ട്. വളരെ രുചികരമായ വൈവിധ്യമുള്ള ഭക്ഷണം വിളമ്പുന്ന വലിയൊരു ഭക്ഷണശാല. പക്ഷെ ഒരു കാര്യമുള്ളത്, തൻ്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരോട് ഒരു നാണയം പോലും ഈ കട നടത്തുന്ന ആൾ പ്രതിഫലം വാങ്ങാറില്ല. അയാൾ സൗജന്യമായിട്ടാണ് ഈ ഭക്ഷണശാല നടത്തുന്നത്. അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. ആ ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷേ ആരുടെ കയ്യിൽ നിന്നും പണമൊന്നും വാങ്ങാതെയാണ് അദ്ദേഹം ഭക്ഷണം വിളമ്പുന്നത്. ഇതിൻ്റെ രഹസ്യം എന്താണ് എന്നറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ പോയിട്ട് എന്താണ് ഈ സൗജന്യ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ രഹസ്യം എന്നറിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ മരുമകനാക്കിക്കൊള്ളാം. മുഹമ്മദ് യാത്ര പുറപ്പെട്ടു. മാഡീനി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് അവൻ മാഡീനിയിലെത്തിയത്. ചെന്നുടനെ തന്നെ അവൻ ആൾക്കാരോട് അന്വേഷിച്ചു. അപ്പോൾ ഈ ഭോജനശാല കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നും നേരിടേണ്ടി വന്നില്ല. എല്ലാവർക്കും അറിയാം എവിടെയാണ് രുചികരമായ ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നതെന്ന്. അവന് ആ കടയിലേക്ക് ചെന്നു. ഒരു വലിയ കടയായിരുന്നു അത്. അവിടെ ചെന്നിട്ട് അവന് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. നല്ല രുചിയുള്ള നല്ല ഭക്ഷണമായിരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് എവിടെയാണ് പണം കൊടുക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ അങ്ങനെ പണം വാങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ കണ്ടില്ല. അവന് അവിടുത്തെ ഒരു ജോലിക്കാരനോട് താൻ കഴിച്ച ഭക്ഷണം സൗജന്യമായിട്ടാണോ കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും ഭക്ഷണം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണമൊന്നും വാങ്ങാറില്ല. അപ്പോൾ മുഹമ്മദ് ചോദിച്ചു, ഇങ്ങനെ സൗജന്യമായിട്ട് ഭക്ഷണം വിളമ്പുന്ന ഈ കടയുടെ ഉടമസ്ഥനെ എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ ജോലിക്കാരൻ ഉടമസ്ഥനെ കാണിച്ചു കൊടുത്തു. അയാൾ ഒരു വാതിലിനടുത്തുള്ള ഒരു കസേരയിൽ ഇരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് കാണുകയായിരുന്നു. മുഹമ്മദ് അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭക്ഷണശാലയെപ്പറ്റി വളരെ ദൂരെ നിന്ന് കേട്ടിട്ട് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങ് ആരിൽ നിന്നും ഭക്ഷണത്തിന് വില വാങ്ങാറില്ല എന്ന് ഞാൻ കേട്ടു. വിരോധമില്ലെങ്കിൽ അതെന്താണ് അങ്ങ് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് നിന്നോടൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിക്കോളൂ. ഇനി നാളെയും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഭക്ഷണം തരാം. പക്ഷേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മുഹമ്മദ് വിടാൻ തയ്യാറല്ലായിരുന്നു. മുഹമ്മദ് അയാളുടെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഉടമസ്ഥൻ ഉത്തരവൊന്നും പറയാതെ അടുക്കളയിലേക്ക് അങ്ങ് പോയി കളഞ്ഞു. മുഹമ്മദ് കാത്തു നിന്നു. അയാൾ വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ അയാളുടെ അടുത്ത് ചെന്ന് വീണ്ടും ചോദിച്ചു, എനിക്ക് അങ്ങയുടെ കടയെപ്പറ്റിയുള്ള രഹസ്യം അറിഞ്ഞേ തീരൂ. അപ്പോൾ അയാൾ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഇസ്താംബൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, നിന്നെ കണ്ടാൽ അറിയാം നീ ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടാണ് വന്നതെന്ന്. ഇങ്ങനൊരു കാര്യം അന്വേഷിച്ച് വരണമെങ്കിൽ അതിലെന്തോ കാരണമുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയാനില്ല. കാരണം എനിക്ക് മറ്റൊരു രഹസ്യം അറിയാനുണ്ട്. മേർഡിൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മുസ്തഫ അഗ എന്നു പേരുള്ള ഒരു വാൾ വിൽപ്പനക്കാരനുണ്ട്. അയാൾ എല്ലാ ദിവസവും 3 വാളുണ്ടാക്കും. അതിൽ 2 എണ്ണം വിറ്റിട്ട് 1 കടലിലെറിയും. നീ പോയി എന്തിനാണ് ഇയാൾ ഒരു വാള് എന്നും കടലിലെറിയുന്നത് എന്ന് അന്വേഷിച്ചിട്ട് വരണം. അതിൻ്റെ കാരണം നീ എന്നോട് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭക്ഷണശാലയുടെ കാര്യം നിന്നോട് പറയാം. ഞാൻ ഒരുപാട് കാലമായി ഈ വാൾ വിൽപ്പനക്കാരനെ പറ്റി കേട്ടു തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇതൊന്ന് അന്വേഷിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. അങ്ങനെ മുഹമ്മദ് ഈ വാൾ വിൽപ്പനക്കാരനെ അന്വേഷിച്ച് മാർഡീനിയിൽ നിന്ന് മേർഡിനിലേക്ക് പോയി. കുറേ ദൂരം വീണ്ടും യാത്ര ചെയ്തിട്ടാണ് അയാൾ മേർഡിനിലെത്തിയത്. അവിടെ ചെന്നിട്ട് അയാൾ വാൾ വിൽപ്പനക്കാരനെ അന്വേഷിച്ചു. അയാളെപ്പറ്റി എല്ലാവർക്കും അറിയാം. വളരെ കഷ്ടപ്പാടാണ് ഒരു വാളുണ്ടാക്കാൻ. എന്നിട്ടും വളരെയധികം കഠിനാധ്വാനം ചെയ്ത് 3 വാളുകൾ ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം കടലിലെറിഞ്ഞ് കളയുന്ന അയാളെപ്പറ്റി ആ നാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു. മുഹമ്മദ് അയാളെ കാണാൻ ചെന്നു. എന്നിട്ട് അഭിവാദ്യം ചെയ്തു. വാൾ വിൽപ്പനക്കാരനായ മുസ്തഫ ആഗ നല്ല പ്രായമുള്ള ഒരാളായിരുന്നു. മുഹമ്മദ് അയാളോട് ചോദിച്ചു, ഞാൻ വളരെ ദൂരെ ഇസ്താംബൂളിൽ നിന്ന് അങ്ങ് അന്വേഷിച്ച് വന്നതാണ്. ശരിക്കും ഞാൻ അങ്ങ് അന്വേഷിച്ചല്ല വന്നത്. ഞാൻ മാഡീനിലുള്ളൊരു ഭക്ഷണശാലയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉടമസ്ഥനാണ് അങ്ങയെപ്പറ്റി എന്നോട് പറഞ്ഞത്. അങ്ങ് എല്ലാ ദിവസവും 3 വാളുണ്ടാക്കിയിട്ട് 2 എണ്ണം വിറ്റിട്ട് 1 കടലിലെറിയുന്നു എന്ന് ഞാൻ കേട്ടു. അതെന്തിനാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മുസ്തഫ ആഗ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഞാനത് നിന്നോട് ഒരിക്കലും പറയുകയില്ല. മുഹമ്മദ് അയാളോട് കെഞ്ചി ചോദിച്ചു, എനിക്ക് ആ രഹസ്യം പറഞ്ഞു തരാമോ? അതില്ലാതെ എനിക്ക് തിരിച്ചു പോകാനാവില്ല. ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇസ്താംബൂളിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈ രഹസ്യം അറിയാതെ എനിക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല.
കുറേ നേരം കെഞ്ചി ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുസ്തഫ ആഗ പറഞ്ഞു, ശരി, നീ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാൻ കാരണം പറഞ്ഞുതരാം. പണ്ട് ഒരു വലിയ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും പങ്കുചേരണം എന്ന് സുൽത്താൻ ആജ്ഞാപിച്ചു. ഞാൻ അന്നും ഈ നഗരത്തിലെ വാൾ കച്ചവടക്കാരനായിരുന്നു. ഇരുമ്പ് കൊണ്ട് വാളുണ്ടാക്കി വിൽക്കുകയായിരുന്നു അന്നും എൻ്റെ ജോലി. പക്ഷേ ഇങ്ങനെ നിർബന്ധമായിട്ട് എല്ലാവരും സൈന്യത്തിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഗത്യന്തരമില്ലാതെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധത്തിന് പോയി. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരുപാട് കാലം ഞാൻ യുദ്ധം ചെയ്തു. ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. 10-15 കൊല്ലത്തെ സൈനിക സേവനത്തിന് ശേഷം ഞാൻ വളരെ സന്തോഷത്തോടെ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഞാൻ വന്നത് രാത്രിയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വെളിച്ചമുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അപ്രതീക്ഷിതമായി കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും എന്ന് കരുതി ഞാൻ വാതിലിൽ മുട്ടാതെയാണ് അകത്ത് കടന്നു ചെന്നപ്പോൾ വീടിനുള്ളിൽ അപരിചിതനായ ഒരു പുരുഷനെ കണ്ടു. അയാൾ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രാത്രിയിൽ അസമയത്ത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ യുദ്ധത്തിന് പോയി ദൂരദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചോ എന്ന് ഞാൻ സംശയിച്ചു. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീടിനുള്ളിൽ മറ്റൊരാൾ എങ്ങനെ വരും? ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു കളഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത കടയിലേക്ക് കാപ്പ് കുടിക്കാൻ പോയി. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു മുറവിളി കേട്ടത്. സൈന്യത്തിൽ പോയ വാള് കച്ചവടക്കാരൻ തിരിച്ചു വന്ന് അയാളുടെ മകനെ വെട്ടിക്കൊന്നുവെന്ന്. ഞാൻ ഞെട്ടി വിറച്ചു പോയി. സ്വന്തം മകനെയാണ് ഞാൻ കൊന്നതെന്ന തിരിച്ചറിവ് എന്നെ വളരെയധികം ദുഃഖിതനാക്കി. എൻ്റെ അക്ഷമ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവൻ ആരാണ് എന്ന് ഞാൻ അന്വേഷിക്കേണ്ടതായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു കാര്യവുമില്ലാതെ ഒരു അപരിചിതൻ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കാണ്, ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഓരോ വാള് കടലിൽ കളയുന്നത്. ഈ കഥ കേട്ട മഹമ്മദ് സന്തോഷത്തോടെ ബർഡിനിൽ നിന്നും മാഡീനിലേക്ക് തിരിച്ചു ചെന്നു. ഭക്ഷണശാലയുടെ ഉടമസ്ഥനോട് കടലിലേക്ക് മുസ്തഫ ആഗ വാളെറിഞ്ഞ് കളയുന്നതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ കഥ പറയാം. ഞാനും സൈനിക സേവനത്തിന് പോയിരുന്നു. അന്ന് സൈനിക സേവനത്തിന് പോകുന്നത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. സൈന്യത്തിൽ നിന്നും തിരിച്ച് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ചെറുപ്പത്തിലേ യുദ്ധത്തിന് പോയതുകൊണ്ട് മറ്റു ജോലികളൊന്നും പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ 3 സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അവൾ 3 പതക്കങ്ങളുള്ള ഒരു മാല ഉണ്ടാക്കി അവളുടെ കഴുത്തിലിട്ടു. അതുമാത്രമായിരുന്നു ഞങ്ങളുടെ സമ്പാദ്യം. കുറേ കാലം കഴിഞ്ഞപ്പോൾ കയ്യിൽ പണമൊന്നും ഇല്ലാതായി. എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് അവളുടെ കഴുത്തിലുള്ള ഒരു സ്വർണ്ണപ്പതക്കം എനിക്ക് തരാൻ പറഞ്ഞു. അത് വിറ്റ് ഞാനൊരു ഭക്ഷണശാല തുടങ്ങി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഭക്ഷണശാല. അന്ന് ഞാൻ ആൾക്കാരോട് പണം വാങ്ങിയായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വളരെ പ്രായം ചെന്ന ഒരു സന്യാസി എൻ്റെ കടയിലെ ഭക്ഷണം കഴിക്കാനെത്തി. അദ്ദേഹം വന്നിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചെന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇവിടെയുള്ള എന്തായാലും തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കടയിലെ ഓരോ ഭക്ഷണ സാധനങ്ങളായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് വിളമ്പി. എത്ര കഴിച്ചിട്ടും അദ്ദേഹത്തിന് മതിയായില്ല. അത് കൊണ്ടുവാ, ഇത് കൊണ്ടുവാ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കൊടുത്ത് എൻ്റെ കടയിലെ ഭക്ഷണം മുഴുവൻ അദ്ദേഹം തിന്നു തീർത്തു. മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരേമ്പക്കവും വിട്ട് എനിക്ക് പണമൊന്നും തരാതെ അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒരു നാണയം പോലും അദ്ദേഹം എനിക്ക് തന്നില്ല. പിറ്റേന്ന് ഭക്ഷണശാല തുറക്കണമെങ്കിൽ സാധനം വാങ്ങണ്ടേ? അന്നന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ പിറ്റേന്നത്തേക്കുള്ള സാധനം വാങ്ങിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം പണമൊന്നും തരാതെ പോയത് കാരണം പിറ്റേന്ന് കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ വളരെ വിഷമിച്ചാണ് വീട്ടിൽ ചെന്നത്. എൻ്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ അവളോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ കടയിലെ ഒരു പ്രായം ചെന്ന സന്യാസി ഭക്ഷണം കഴിക്കാൻ വന്നു. മുഴുവൻ ഭക്ഷണം കഴിച്ചു തീർത്തിട്ട് പണമൊന്നും തരാതെയാണ് പോയത്. ഭാര്യ പറഞ്ഞ സാരമില്ല, വിഷമിക്കേണ്ട, എൻ്റെ കഴുത്തിലെ ഒരു സ്വർണ്ണപ്പതക്കം കൂടി ഞാൻ തരാം. അങ്ങനെ അവളുടെ കഴുത്തിലെ 2ാമത്തെ സ്വർണ്ണപ്പതക്കം വിറ്റ് പിറ്റേന്ന് ഞാൻ കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സന്യാസി വന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കടയിൽ കണ്ട സാധനങ്ങൾ മുഴുവൻ അദ്ദേഹം വാങ്ങിച്ച് കഴിച്ചു. പണം തരാതെ ഇറങ്ങിപ്പോയി. എനിക്ക് വലിയ വിഷമമായിപ്പോയി. പിറ്റേന്ന് എങ്ങനെ കട തുറക്കും? ഞാൻ ഭാര്യയോട് എന്ന് സങ്കടം പറഞ്ഞു. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന അവസാനത്തെ സ്വർണ്ണപ്പതക്കം അവൾ എനിക്ക് ഊരിത്തന്നു.
ഞങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും കട തുറന്നു. പതിവ് പോലെ വൃദ്ധനായ സന്യാസി വന്നു. അയാളെ കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു പോയി. വൃദ്ധനാണ്, ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അയാൾ ചോദിക്കുമ്പോൾ ഒക്കെ കൊടുത്തു. അയാൾ കഴിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഏമ്പക്കം വിട്ടുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി നടന്നുപോയി. അയാൾ നടന്നു പോകുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം വന്നു. ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സ്വർണ്ണപ്പതക്കവും ഞാൻ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ എങ്ങനെ കട തുറക്കും? എൻ്റെ കട തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. എന്നിട്ട് കയ്യിൽ പിടിച്ചു. വളരെ താഴ്മയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങുന്നേ എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഒരു ദരിദ്രനാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നാണയവും ചെലവിട്ടാണ് ഞാൻ ഇന്ന് കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയത്. അങ്ങ് മുഴുവൻ കഴിച്ചു തീർത്തു. നാളെ കട തുറക്കണമെങ്കിൽ സാധനം വാങ്ങാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങ് കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്രതിഫലമായിട്ട് കുറച്ചെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ നാളെ കട തുറന്നേനെ. കട തുറക്കാതെ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നാളെ കട തുറക്കണമെങ്കിൽ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങണം. എൻ്റെ കയ്യിൽ 10 പൈസ പോലുമില്ല. 3 തവണയായി അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. ഒരു തവണ പോലും അങ്ങ് എനിക്ക് ഒന്നും തന്നില്ല. കുറച്ചെന്തെങ്കിലും പണം തന്നിരുന്നെങ്കിൽ ഞാൻ നാളത്തേക്കുള്ള സാധനം വാങ്ങിയേനെ. അപ്പോൾ ആ സന്യാസി എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം? ഞാൻ പറഞ്ഞു, കുറച്ച് പണം തന്നാൽ മതി, എനിക്ക് നാളത്തേക്ക് സാധനം വാങ്ങാനുള്ള പണം. അപ്പോൾ സന്യാസി പറഞ്ഞു, ശരി, എൻ്റെ കൂടെ വാ. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു. നടന്ന് ഞങ്ങളൊരു കുറ്റിക്കാട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കാലുകൊണ്ട് ആ കുറ്റിക്കാട്ടിലെ ചെടികൾ വകഞ്ഞു മാറ്റി. അപ്പോൾ ഭൂമിക്കടിയിലേക്ക് കൽപ്പടവുകൾ കണ്ടു. അദ്ദേഹം എന്നെയും കൊണ്ട് ആ പടവുകൾ ഇറങ്ങി താഴെ എത്തി. അപ്പോൾ അവിടെ വലിയൊരു മുറിയായിരുന്നു. ആ മുറിയിൽ 7 ചാക്കുകൾ നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അത്രയധികം സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. ആ വൃദ്ധനായ സന്യാസി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ വില എത്രയാണോ അതിവിടെ നിന്ന് എടുത്തോ. ഞാൻ അതിൽ നിന്ന് ഒരു നാണയം എടുത്തു. അപ്പോൾ ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, ഈ കാണുന്ന 7 ചാക്ക് സ്വർണ്ണ നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ഇത് മുഴുവൻ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ആ 7 ചാക്ക് ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ കൊള്ളാവുന്ന അത്രയും വാരി ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു. കിട്ടിയതും കൊണ്ട് ആ പടവുകൾ കയറി ഞാൻ എൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ മുറിയിൽ 7 ചാക്ക് സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷമായി. അതിനുശേഷം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഭക്ഷണത്തിന് വില വാങ്ങിയിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ വീട്ടിലെ 7 ചാക്ക് സ്വർണ്ണ നാണയങ്ങളിൽ ഒരു ചാക്കിൻ്റെ 1/4 ഭാഗം പോലും സ്വർണ്ണ നാണയം തീർന്നിട്ടില്ല. അത്രയധികം ദൈവം എന്നോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. ഈ കഥ പറയുമ്പോൾ എനിക്ക് നിന്നോട് മറ്റൊരു കഥ കൂടി പറയാനുണ്ട് കുഞ്ഞെ. ഞാനിന്ന് ഭൂമിക്കടിയിലുള്ള ആ മുറിയിൽ നിന്ന് കീശ നിറയെ സ്വർണ്ണ നാണയമായിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോൾ ആ സന്യാസി എന്നെ തടഞ്ഞു നിർത്തിയിരുന്നു. എന്നിട്ട് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ കീശയിൽ കിടക്കുന്ന ഈ നാണയത്തിൽ കുറച്ചെടുത്തുകൊണ്ട് പോയിട്ട് തെരുവിലിരിക്കുന്ന കണ്ണ് കാണാത്ത ചെരുപ്പ് കുത്തിയുടെ മുന്നിൽ പിടിച്ച് ഒന്ന് തിരുമണമെന്ന്. അതിനുശേഷം ആ നാണയങ്ങൾ അയാൾക്ക് കൊടുത്തിട്ട് പോരണമെന്നും പറഞ്ഞിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ആ സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ആ അന്ധനായ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്ന് കണ്ണിന് മുന്നിൽ പിടിച്ച് ആ സ്വർണ്ണ നാണയങ്ങൾ തിരുമി. അത്ഭുതമെന്ന് പറയട്ടെ, അയാളുടെ കണ്ണിന് കാഴ്ച കിട്ടി. എന്നിട്ട് അയാൾ എന്നോടൊരു കഥയും പറഞ്ഞു. അത് അയാളുടെ സ്വന്തം കഥയായിരുന്നു. അത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു സന്യാസി തൻ്റെ ചെരുപ്പുകൾ നന്നാക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അയാളെ ചെരുപ്പ് നന്നാക്കി കൊടുത്തു. പക്ഷെ അയാൾ കൂലി തരാതെ നടന്നു പോയി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അയാളുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് അയാളെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ചെയ്ത ജോലിക്ക് കൂലി തരാതെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ ചെകിട്ടത്ത് ഒറ്റ അടി തന്നു. അതോടെ എൻ്റെ കാഴ്ച പോയി. ഞാൻ നിലവിളിച്ചപ്പോൾ അയാൾ എൻ്റെ മറ്റേ ചെകിട്ടിൽ ഒരടിയും കൂടെ തന്നു. അപ്പോൾ എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും നടന്നു പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ വീണ്ടും പിന്നാലെ ചെന്ന് അയാളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എങ്ങനെയൊക്കെ എന്നെ പേടിപ്പിച്ചാലും പണം തരാതെ ഞാൻ അയാളെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തി. അപ്പോൾ അദ്ദേഹം എൻ്റെ കഴുത്തിന് ഒറ്റ അടി തന്നു. അതോടെ എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടമായി. അന്ന് മുതൽ ഞാനിവിടെ ഇരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി അദ്ദേഹം തന്നെയാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നുവിട്ടത് എന്ന്. എൻ്റെ അക്ഷമ കൊണ്ടാണ് എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത്. ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ടാണ് എനിക്കത് തിരിച്ചു കിട്ടിയത്. ഈ കഥകളെല്ലാം കേട്ട് ഭക്ഷണശാലയുടെ ഉടമയോട് യാത്രയും പറഞ്ഞിട്ട് മഹമ്മദ് ഇസ്താംബൂളിലെത്തി. ആലിറി സാബയെ ചെന്ന് കണ്ട് തനിക്കുണ്ടായ അനുഭവങ്ങളും താൻ കേട്ട കഥകളും രഹസ്യങ്ങളും അദ്ദേഹത്തെ അറിയിച്ചു.
ധനികനായ അലിറി സാബ മുഹമ്മദിനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പം ക്ഷമയുടെയും ക്ഷമകേടിൻ്റെയും പാഠങ്ങൾ നീ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉയരാനുള്ള ഏറ്റവും വലിയ പാഠം. നിൻ്റെ ജോലി എന്തുമായിക്കൊള്ളട്ടെ, ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് വിജയത്തിലെത്താൻ പറ്റും. നിനക്ക് ഞാനെൻ്റെ മകളെ വിവാഹം കഴിച്ച് തരികയാണ്. അങ്ങനെ അലിറി സാബയുടെ മകളെ മുഹമ്മദ് വിവാഹം കഴിച്ചു. അവർ സന്തോഷമായിട്ട് വളരെ കാലം ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ